ഹലോ. അപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ക്രോപ്പ് ടോപ്പുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പ്. നല്ല രസമില്ലേ കാണാനായിട്ട്. ഇത് നമ്മൾ കട്ട് പീസിൽ നിന്ന് റെഡിയാക്കി എടുത്തേക്കണതാണ് കേട്ടോ. അപ്പൊ ഒരു കുർത്ത തയ്ക്കാൻ വേണ്ടിയിട്ട് എന്റെ ഫ്രണ്ട് കൊണ്ടുവന്ന തുണിയായിരുന്നു കേട്ടോ. ഈ ബ്ലൂ കളറുള്ള തുണി കോട്ടൺ പീസായിരുന്നു. പിന്നെ കിയാവാവയുടെ കുറച്ച് തുണി നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു അവൾക്ക് ഉടുപ്പ് തയ്ച്ചു കഴിഞ്ഞപ്പോഴത്തേനും. അപ്പൊ ആ കുട്ടി കുട്ടി പീസ് എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കണ ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു ടോപ്പിൽ ഒതുക്കിയത്. ഇതിനുള്ള തുണിയെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പീസുകൾ. അപ്പൊ നമുക്കിതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ടോപ്പ് ഉണ്ടാക്കണമെന്ന് കാണാവേ. ഇതാണ് നമുക്ക് ഉണ്ടായിരുന്ന ഒരു പീസ്. ഇതാണ് എനിക്ക് കറക്റ്റായിട്ട് ഒരു വലിയൊരു പീസായിട്ട് കിട്ടിയത് ഈ തുണിയാണ് കേട്ടോ. ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു പീസുകളായിരുന്നു. അപ്പൊ ആ കുട്ടി കുട്ടി പീസുകൾ ചേർത്ത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തേക്കണത്. അപ്പൊ അതേ 14.5 ഇഞ്ചാണ് ടോട്ടല് ലെങ്ത് നമുക്ക് കിട്ടുന്നത്. 8 ഇഞ്ചാണ് വീതി വരുന്നത്. അപ്പം അതായത് 4ആയിട്ട് മടക്കിയിട്ട് കഴിയുമ്പോഴാണ് 8 ഇഞ്ച് വീതി വരുന്നത്. പിന്നെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 14.5 ഇഞ്ചാണ് കേട്ടോ അതിന് വരുന്നത്. അപ്പൊ ഈ സൈഡിൽ ഇങ്ങനെ ഗ്യാപ്പായിട്ട് കിടക്കുന്ന ഈ ഒരു പോർഷൻ ഇല്ലേ, അത് ഞാൻ അങ്ങോട്ട് വെട്ടി മാറ്റുവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്ററിലാണ് ഞാനത് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതേ ഫ്രണ്ടിനും ബാക്കിനും നമ്മൾ സെന്ററിൽ ഗ്യാദേഴ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതിപ്പോ ഞാൻ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള തുണി എല്ലാം കൂടി എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കി എടുത്തേക്കണത്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുണ്ട്. അപ്പൊ രണ്ട് സൈഡ്സിലേക്കും ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ രണ്ട് വശത്തും ഇതേപോലെ കോട്ടൺ തുണി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടോട്ടൽ എത്ര പീസ് വേണം? 4 പീസ് വേണം. അപ്പൊ ആ 4 പീസും കൂടി ഇതേപോലെ ഒന്ന് അടുക്കിയിട്ടതിന് ശേഷം ടോട്ടൽ ഞാൻ ഇത്രയാണ് കേട്ടോ എടുക്കുന്നത്. 16 ഇഞ്ച് വീതിയാട്ടോ എനിക്ക് ടോട്ടൽ കിട്ടുന്നത്. അതായത് സെന്ററിൽ നമ്മൾ ഗ്യാദേഴ്സ് ഇടാനായിട്ടുള്ള ആ തുണിയും പിന്നെ സൈഡ്സിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ കട്ട് പീസിന്റെ തുണി എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് 16 ഇഞ്ച് കിട്ടുന്നുള്ളൂ. 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷമാണ് കേട്ടോ നമുക്ക് 16 ഇഞ്ച് വീതി കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആ തുണി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളിത് യോക്ക് പോർഷന്റെ തുണിയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതെ യോക്ക് പോർഷന് വേണ്ടിയിട്ട് എനിക്കിത് ഇവിടെ മാക്സിമം കിട്ടുന്ന വീതി എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. ഇതിൽ കൂടുതൽ എനിക്ക് തുണിയില്ല. അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എക്സ്ട്രാ സ്മോൾ സൈസ് ആയതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കാൻ കണ്ടോ. കറക്റ്റ് 9 ഇഞ്ചേ നമുക്ക് വീതി കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എക്സ്ട്രാ സ്മോളുകാർക്കും മാക്സിമം സ്മോളുകാർക്ക് വരെ ഈ 9 ഇഞ്ച് വീതി കൊണ്ട് തയ്ക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിലേക്ക് അതായത് മീഡിയം ഒക്കെ വരണമെങ്കിൽ ഈ 9 ഇഞ്ചിനേക്കാളും കൂടുതൽ നമുക്ക് സൈഡ്സിൽ വേണം കേട്ടോ. 4ആയിട്ട് മടക്കിയിട്ട് കഴിയുമ്പോൾ നമുക്ക് 9 ഇഞ്ചിനേക്കാളും കൂടുതൽ ഒരു 10 ഇഞ്ച് 11 ഇഞ്ചൊക്കെ വേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ ഒരു 10.5 ഇഞ്ചെങ്കിലും മിനിമം വേണം ഒരു മീഡിയം സൈസുകാർക്കൊക്കെ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ. അപ്പൊ അതെ നമ്മൾ 9 ഇഞ്ച് വീതിയും 7 ഇഞ്ച് നീളമാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുക്കുവാണ്. ഞാൻ വീനക്കാട്ടോ കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഇഞ്ച് വീതി ആദ്യം അടയാളപ്പെടുത്തി എടുത്തു നെക്കിന് വേണ്ടിയിട്ട്. അങ്ങനെ 3 ഇഞ്ച് വീതി അടയാളപ്പെടുത്തിയതിന് ശേഷം താഴത്തേക്ക് ഇതേപോലെ താഴെ ഞാൻ 7 ഇഞ്ച് ഫുള്ളും എടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു നെക്കിന്റെ ആ ഒരു താഴത്തേക്ക് എന്തോരം ഡെപ്ത് വേണമെന്നുള്ളത് ഞാൻ 7 ഇഞ്ച് ഫുള്ളും എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നിങ്ങൾ ഈ വരച്ച് വെച്ചേക്ക് നിങ്ങൾ കണ്ടല്ലോ. ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുവാണ്. ഷോൾഡറിന് വേണ്ടിയിട്ട് ഞാൻ 6 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ 6 ഇഞ്ച് എടുത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. 6 ഇഞ്ച് ടോട്ടൽ ഒരു ടോട്ടൽ ഷോൾഡർ എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് കേട്ടോ. അങ്ങനെ 6 ഇഞ്ച് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ എപ്പോഴും ആം ഹോൾ മാർക്ക് ചെയ്യുന്ന രീതി നമുക്ക് അറിയാമല്ലോ. എനിക്ക് 6.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് 6.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുവാണ്. സൈഡിലേക്ക് പിന്നെ എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു പോർഷനൊക്കെ നമ്മൾ എൽ ഷേപ്പിൽ അവിടെ വരച്ചു കൊടുക്കുവാണ്. എൽ ഷേപ്പ് വരച്ചു കൊടുത്തതിന് ശേഷം 1 ഇഞ്ച് ഞാൻ മേളിലേക്ക് കയറ്റിയാണ് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത് ആം ഹോളിന്റെ അവിടെ കെർവ് വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാനൊരു കാര്യം വിട്ടുപോയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഷോൾഡറൊക്കെ എടുക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഷോൾഡർ ഒന്ന് താത്തി വെട്ടണം കേട്ടോ. ഒന്ന് താത്തി വെട്ടിയാലേ നമുക്ക് ആ ഒരു നമ്മുടെ കറക്റ്റ് ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷോൾഡറിന്റെ ഷേപ്പ് എപ്പോഴും ഇരിക്കുന്നത് എങ്ങനെയാ, സ്ട്രെയിറ്റ് ആയിട്ടല്ലല്ലോ, ഒന്ന് വളഞ്ഞല്ലേ ഇരിക്കണം. അപ്പൊ അതുകൊണ്ട് ഷോൾഡർ നമ്മൾ എപ്പോഴും ഒരു 1/2 ഇഞ്ച് കുറച്ച് വെട്ടുന്നതാണ് കേട്ടോ നല്ലത്. അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് ഷോൾഡറിന്റെ അവിടെ ഒന്ന് 1/2 ഇഞ്ച് കുറച്ച് വെട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് താഴത്തേക്ക് 1/2 ഇഞ്ച് കൂട്ടണമല്ലോ, കാരണം 6.5 ഇഞ്ചാണല്ലോ നമ്മുടെ ആം ഹോള് നമുക്ക് വേണ്ടത്. അപ്പൊ അത് 6.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. 6.5 ഇഞ്ച് അതേപോലെ അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആം ഹോളും നമ്മുടെ ആ ഒരു ഷോൾഡറിന്റെ പോർഷനും ഒക്കെ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആം ഹോളിന്റെ ആ ഒരു പോർഷനും ഷോൾഡറിന്റെ ആ ഒരു പോർഷനും ഒക്കെ കട്ട് ചെയ്തെടുക്കുവാണേ. എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുപോലെ ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഫ്രണ്ട് പോർഷന്റെ കൈക്കുഴിയുടെ അവിടെ ഒന്നും കൂടെ ഒന്ന് കുഴിച്ച് ഒരു 4 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് കയറ്റി കുഴിച്ച് വെട്ടുന്നത് നല്ലതാണ്.
അപ്പോൾ ദേ നമ്മൾ ഫ്രണ്ടിന്റെയും ബാക്കിന്റെയും പോർഷൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രണ്ട് നെക്കാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ വീനെക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത് വീനെക്കല്ല, നമ്മൾ കയറിയ കഴുത്താട്ടോ ബാക്കിൽ കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഇഞ്ച് വീതിയാണ് എടുത്തേക്കുന്നത്. 3 ഇഞ്ച് വീതിയും താഴത്തേക്ക് 1 ഇഞ്ചാണ് കേട്ടോ നമ്മൾ ഇറക്കുന്നത്. ബാക്ക് നെക്ക് എനിക്ക് ഒട്ടും ഇറങ്ങിയിട്ട് വേണ്ട, നന്നായിട്ട് കയറിയിരിക്കുന്ന ബാഗിനെക്കാട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെ 1 ഇഞ്ച് മാത്രമേ നമ്മൾ ഇറക്കുന്നുള്ളൂ. 3 ഇഞ്ച് വീതി നമ്മൾ ഫ്രണ്ടിലെടുത്ത പോലെ തന്നെ 3 ഇഞ്ച് വീതിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇത് തന്നെ വെച്ചിട്ട് ഈ തുണിയെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ യോക്ക് പോർഷൻ്റെ അവിടെ മാത്രമേ നമ്മൾ ലൈനിങ് വെക്കുന്നുള്ളൂ. അതുകൊണ്ട് യോക്ക് പോർഷന് മാത്രമേ നമ്മൾ ലൈനിങ് വെട്ടിയെടുത്തിട്ടുള്ളൂ കേട്ടോ. താഴത്തേക്ക് നമ്മൾ ഗ്യാദേഴ്സ് ഇടുന്ന പോർഷനിൽ ലൈനിങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അവിടെ ലൈനിങ് ഇട്ടിട്ടുണ്ട് ബൾക്കായിട്ടുള്ള ഒരു ലുക്ക് വരും, ഒരു ജഗ എന്നുള്ളൊരു ലുക്ക് വരും. അപ്പോൾ ആ ലുക്ക് വരാതിരിക്കാനും പിന്നെ ഭയങ്കര ഹെവി ആയി പോകും തുണി, ഭയങ്കര വെയിറ്റ് ഒക്കെ വരും. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്തെ പോർഷനിൽ ലൈനിങ് ഒഴിവാക്കുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് വെട്ട് കഷ്ണങ്ങളാണ്. ആ വെട്ട് കഷ്ണങ്ങൾ എടുത്ത് ഞാൻ കൈയുടെ അവിടെ ഫ്രിൽസ് കൊടുക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. ഇനി നമ്മൾ തയ്ച്ചെടുക്കാൻ പോവാണ്. ഭയങ്കര സിമ്പിളസ്റ്റ് മെത്തേഡിലാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് അലുക്കുലത്ത് പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാം ഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ മെയിൻ ക്ലോത്തിൽ തന്നെയാണ് കേട്ടോ ക്യാൻവാസ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ക്യാൻവാസ് ഇതുപോലെ എടുത്തിട്ട് വി നെക്കിന്റെ 2 സൈഡിലും അതേപോലെ നമ്മളൊന്ന് അയൺ ചെയ്ത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ടിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാദേഴ്സ് ഇടാൻ പോവാണ്. അപ്പോൾ ഞാൻ ആ ബിറ്റ് പീസ് തുണികൾ ഉണ്ടായിരുന്നല്ലോ നമുക്ക്, ആ പീസ് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേണ്ടി. അത് ഇപ്പം ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കുവാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സെന്റർ പോർഷനിലേക്ക് നമ്മൾ ഹക്കോബയുടെ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. സൈഡ്സിലേക്കാണ് ഈ കോട്ടൺ പീസ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ 2 വശങ്ങളിൽ, അതായത് ആ നമ്മുടെ ഹക്കോബ പീസിന്റെ 2 വശങ്ങളിലേക്ക് നമ്മൾ ഇതുപോലെ ആ കോട്ടൺ പീസ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. അതെ നമ്മൾ ഒരു സൈഡിൽ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതേ മറ്റേ സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പിടിപ്പിച്ചെടുക്കാവേ. ഭയങ്കര സിമ്പിളായിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ഒരു അരമണിക്കൂർ കൊണ്ട് ഈ ടോപ്പ് തയ്ച്ചെടുത്തു കേട്ടോ. അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു അടിപൊളി ക്രോപ്പ് ടോപ്പാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങനെ എന്തെങ്കിലും ബിറ്റ് പീസ് കൊണ്ടുപോലും നമുക്ക് ടോപ്പ് ഉണ്ടാക്കാമെന്ന് ഇപ്പം മനസ്സിലായില്ലേ. ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതെ 2 സൈഡിൽ നമ്മളത് ആ പീസ് അടിച്ചെടുത്തിട്ടുണ്ട്. പീസ് അടിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഗ്യാദേഴ്സ് ഇടാൻ പോവാണ്. ഗ്യാദേഴ്സ് ഇടണം എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇതുപോലെ നമ്മൾ കെട്ടിടാതെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കണം. കെട്ടിടരുത്, 2 സൈഡിലും നമ്മൾ കെട്ടിടാതെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു നൂലിൽ പിടിച്ച് വേണേ വലിക്കാനായിട്ട്. ഒരു നൂലിൽ പിടിച്ച് നമ്മൾ വലിക്കണം. പിന്നെ ഒരാൾ ഇതുപോലെ ഒന്ന് പിടിക്കാനും കൂടെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഗ്യാദേഴ്സ് ഇട്ട് കഴിയും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരാളൊന്ന് വലിച്ചു പിടിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഇതുപോലെ ഗ്യാദേഴ്സ് ഇട്ടെടുക്കാം. അങ്ങനെ നമ്മൾ ഗ്യാദേഴ്സ് ഇട്ടെടുത്തതിന് ശേഷം നമ്മുടെ കറക്റ്റ് അളവിനുള്ള ആയിട്ടില്ലേ നമ്മളത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ അത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കറക്റ്റ് അളവ് നമുക്ക് കിട്ടുന്നവരെ നമ്മൾ മര്യാദക്കൊന്ന് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതായത് ഇപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് കൂടി പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചെടുത്ത് നമുക്ക് എത്രയാണോ നമ്മുടെ കൃത്യ അളവ് അതിലേക്ക് നമ്മൾ ആക്കിയെടുക്കണം. അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഞാൻ ഒന്ന് ഇരുത്തിയടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ആ അളവുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാനായിട്ടോ അങ്ങനെ ഇരുത്തിയടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ആ ഒരു താഴത്തെ പോർഷൻ 2 ഫ്രണ്ടും ബാക്കും നമ്മൾ അതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ യോക്ക് പോർഷൻ ആണ് കേട്ടോ ചെയ്യുന്നത്. യോക്ക് പോർഷന്റെ ബാക്കിന്റെ നെക്കാണ് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ്ങിലേക്ക് നല്ല വശം ചേർത്ത് ഇട്ട് കൊടുത്തേക്കുവാണ്. ലൈനിങ്ങിലേക്ക് നല്ല വശം ചേർത്ത് ഇട്ട് കൊടുത്തേച്ച് ഒരു 4 ഇഞ്ച് ഡിഫറൻസിൽ നമ്മൾ ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ അടിച്ചെടുത്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എല്ലായിടത്തും. ഇല്ലെങ്കിൽ അത് തിരിച്ചെടുക്കുമ്പോൾ ഒരു ഫിനിഷിംഗ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തിരിച്ചെടുത്ത് കൊടുത്തതിന് ശേഷം നമ്മളത് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുവാണേ. ഇല്ലെങ്കിൽ നീറ്റായിട്ട് നമ്മുടെ കഴുത്ത് ഇരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്കിനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, വളരെ സിമ്പിളാണ്. അത് ഞാൻ പിന്നെ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് കിട്ടണമല്ലോ എന്ന് ഓർത്തിട്ടാണ്. സ്റ്റിച്ചിങ് സിമ്പിളായിട്ട് അറിയുന്നവർ, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കാൻ അറിയുന്നവരാണെങ്കിൽ പോലും ഈ ടോപ്പ് തയ്ച്ചെടുക്കാൻ പറ്റും. അത്രയ്ക്ക് എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് യോക്ക് റെഡിയാക്കി നമ്മൾ വെച്ചു. ഇനി നമ്മൾ ഫ്രണ്ട് യോക്കാണ് കേട്ടോ റെഡിയാക്കുന്നത്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ഈ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്ത് എടുത്തേക്കുന്നത് ചീത്ത വശത്താണ് കേട്ടോ. അതായത് കോട്ടൺ പീസിന്റെ മറുവശത്താണ് നമ്മൾ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്ത് എടുത്തേക്കുന്നത്. ആ ഭാഗം നമ്മൾ നല്ല വശം നമ്മൾ ലൈനിങ്ങിലേക്ക് ചേർത്ത് ബാക്കിനൊക്കെ എങ്ങനെയാണോ നമ്മൾ ഇട്ട് കൊടുത്തേക്കണത് അതുപോലെ തന്നെ കോട്ടൺ ക്ലോത്തിന്റെ നല്ല വശം നമ്മൾ ലൈനിങ്ങിലേക്ക് ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം ചീത്ത വശമാണ് നമുക്ക് ഈ കാണുന്ന സൈഡിലേക്ക് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പൊ നല്ല വശമാണ് നമ്മൾ ലൈനിങ്ങിലോട് ചേർത്തിട്ട് കൊടുത്തേക്കണത്. അവിടെ നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ബാക്ക് എങ്ങനെയാണോ എടുത്തത് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ മറിച്ചെടുക്കുവാണേ. മറിച്ചെടുത്തിട്ട് നമ്മൾ ബാക്ക് ചെയ്ത പോലെ തന്നെ ഒന്ന് ഇരുത്തി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇരുത്തി അടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ എല്ലാ വശങ്ങളിലും ഇതുപോലെ ഒന്ന്
അടിച്ചെടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി നീങ്ങാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എല്ലാ വശത്തും നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അത് മാത്രമല്ല നല്ല നീറ്റായിട്ടിരിക്കും. നമ്മളിങ്ങനെ അടിച്ചൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സംതൃപ്തിയാണ്, നമ്മളെന്തോ നന്നായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കണേ എന്നൊരു തോന്നൽ നമുക്ക് വരും. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാ വശങ്ങളിലും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ആ ഫ്രണ്ടിൻ്റെ 2 സൈഡുണ്ടല്ലോ, അതായത് വീനക്കിൻ്റെ 2 ഭാഗവും ഞാൻ 2 പീസാക്കി എടുത്തായിരുന്നു. അതായത് തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ 2 പീസായി പോയതാണ്. നമ്മൾ കറക്റ്റ് 7 ഇതിലാണല്ലോ വെട്ടിയെടുത്തേക്കണം. അപ്പോൾ 2 പീസായിട്ടുള്ളത് ഞാൻ ഒന്നിച്ചൊന്ന് വെച്ച് യോജിപ്പിച്ചതാണ്. അങ്ങനെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫ്രണ്ടിൻ്റെ ആ ഒരു ഭാഗം എടുത്തിട്ടതിന് ശേഷം ബാക്ക് പോർഷൻ നമ്മൾ ഷോൾഡറും കൂടെ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ലൈനിങ് പീസ് ഒന്ന് തുറന്ന് വെക്കണം. ഇങ്ങനെയാണ് നമ്മൾ സീം കാണാണ്ട് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേന് സീം എല്ലാം ഉള്ളിൽ പോകും. നമ്മുടെ എക്സ്ട്രാ പീസൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന പീസെല്ലാം ഉള്ളിലേക്ക് പോയിട്ട് നമ്മൾ അടിച്ചെടുക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ ലൈനിങ് പീസും ബാക്ക് വശത്തിൻ്റെ ലൈനിങ് പീസും മെയിൻ ക്ലോത്തും കൂടെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഭാഗം ഒന്ന് സ്ലോ ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ, ഞാൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ അതുപോലെ നമ്മളൊന്ന് 2 വശത്തും ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ താഴത്തെ പീസ് ഓൾറെഡി ഗ്യാദേഴ്സ് ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുമായിരുന്നല്ലോ ആദ്യമേ തന്നെ. ആദ്യം നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കാണ് ഇതുപോലെ ഒന്ന് അടിച്ച്, അതായത് നല്ല വശം ഇങ്ങനെ നിവർത്തി ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗ്യാദേഴ്സ് ഇടാനുള്ള പോർഷൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുവാണ്. അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പൊ തന്നെ നോക്കിയേ നല്ലൊരു അടിപൊളി ലുക്കായിട്ടില്ലേ നോക്കിക്കേ. ഇപ്പൊ തന്നെ കാണാൻ നല്ല രസമില്ലേ ഈ ടോപ്പ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കും അടിച്ചെടുക്കണം കേട്ടോ. നമ്മളപ്പോൾ ഫ്രണ്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ നമ്മൾ ബാക്കും അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ചെടുത്തപ്പോൾ നമ്മുടെ യോക്ക് പോർഷനും താഴത്തെ പോർഷനും ഒക്കെ നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ മടക്കി അടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്ലീവിൽ ഫ്രിൽസ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ണം തുണി നമ്മൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അത് എനിക്കൊരു 1.5 ഇഞ്ചൊക്കെ മാക്സിമം വീതി കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ 1.5 ഇഞ്ച് മടക്കി അടിച്ചതിന് ശേഷം കിട്ടുന്നതാണ്. അപ്പോൾ 1.5 ഇഞ്ച് തുണി നമ്മളിത് ഇങ്ങനെ മടക്കി അടിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്ലീവിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്ലീവിലും കുറച്ച് ഫ്രിൽസ് ഒക്കെ ഇട്ട് കൊടുക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഫ്രിൽസ് ഒന്നും ഇട്ട് കൊടുക്കാനും മാത്രം തുണിയില്ല, നമുക്ക് വളരെ കുറച്ച് തുണിയെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ സ്ലീവിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ ഇല്ലേ, നമ്മുടെ സ്ലീവ് ഇങ്ങനെ വെക്കുന്ന ആ ഒരു പോർഷനിൽ മാത്രം ഇച്ചിരി ഒന്ന് ഫ്രിൽസ് ഇട്ട് കൊടുക്കാമെന്ന് ഓർത്ത്, ആ ഒരു ഷോൾഡർ ജോയിൻ ചെയ്ത് നമ്മൾ വെക്കുന്നത് നമ്മുടെ കാണാൻ പറ്റുന്ന മെയിൻ പോർഷൻ ഇല്ലേ, അവിടെ മാത്രം ഒന്ന് ചെറുതായിട്ട് ആ ഒരു സെൻറ്റർ പോർഷനിൽ മാത്രം ഒന്ന് 2-3 പ്ലേറ്റ്സ് ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. ബാക്കിയുള്ളിടത്തൊന്നും നമ്മൾ പ്ലേറ്റ്സ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, നോർമലായിട്ടാണ് കേട്ടോ സ്ലീവ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഹക്കോബയുടെ ഇതുപോലെ തന്നെ കഷ്ണം തുണി കിട്ടിയേ, അതൊരു 2 ഇഞ്ചോളം വീതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 ഇഞ്ച് വീതിയുള്ളത് ഞാൻ താഴെ വെച്ച് കൊടുത്തു, പിന്നെ ആ 1.5 ഇഞ്ചുള്ളത് മേളിലും വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ 2 ഇഞ്ചുള്ളതും കൂടെ ഞാനൊന്ന് അടിച്ച് ചേർക്കുവാണ്. അതിനും ഇതേപോലെ തന്നെ സെൻറ്ററിൽ മാത്രം കുറച്ച് പ്ലീറ്റ്സ് ഇടാനേ തുണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് ഞാൻ ഇതേപോലെ സെൻറ്ററിൽ മാത്രം കുറച്ചൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തേക്കുവാണ് കേട്ടോ. അത് നിങ്ങൾക്ക് നിവർത്തുമ്പോൾ കാണാം, ഞാൻ സെൻറ്ററിൽ മാത്രം ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തേക്കണത്. ഇതുപോലെയാണ് നമ്മുടെ ടോപ്പ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ സൈഡ്സിൽ എനിക്ക് ഷേപ്പ് ചെയ്യാനൊന്നും ഒട്ടും തുണി ഉണ്ടായിരുന്നില്ല, കണ്ടില്ലേ നിങ്ങളൊരു 1/4 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് വിട്ടേക്കുന്നത്, കണ്ടില്ലേ. അപ്പം നമ്മൾ 1/4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇതുപോലെ സൈഡിൽ വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തുണി എനിക്ക് ഉണ്ടായിരുന്നില്ല എക്സ്ട്രാ. കറക്റ്റാണ് ഇത്, സ്മോൾ സൈസിന് കറക്റ്റ് കൃത്യമാണ് ഈ അളവുകളെല്ലാം കേട്ടോ. അപ്പോൾ സ്മോൾ സൈസിനേക്കാളും അപ്പുറത്തുള്ളവരൊന്നും ഈ റിസ്ക് എടുക്കരുത്, നിങ്ങൾക്കിത് ഇതിനേക്കാളും കുറച്ചും കൂടി തുണി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഓക്കെ, ടാറ്റാ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.